രാസലഹരിയുടെ മൂർധന്യാവസ്ഥയിൽ മാതാവിനെ കൊലപ്പെടുത്തിയ മകൻ, പോലീസിനെ കണ്ട് ഭയന്ന് MDMA പാക്കറ്റോടെ വിഴുങ്ങി ജീവൻ നഷ്ടപ്പെട്ട യുവാവ്, ലഹരി ഉപയോഗവും ഗാർഹിക പീഡനവും രൂക്ഷമായതോടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയ ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവ്, അയാളുടെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ചുള്ള അവരുടെ വെളിപ്പെടുത്തൽ. കോഴിക്കോടിന്റെ മലയോര മേഖലയായ താമരശ്ശേരിയിൽ ലഹരി വ്യാപനം എത്രത്തോളം മൂർച്ഛിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഈ ഉദാഹരണങ്ങൾ. ന്യൂസ് മലയാളം നൽകിയ വാർത്ത. ഇതിനൊടുവിൽ ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ സർക്കാർ സംവിധാനങ്ങളോടൊപ്പം ജനകീയ കൂട്ടായ്മകളും ഈ മേഖലയിൽ സജീവമാണ്. പക്ഷേ സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനമില്ലായ്മ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ നാട്ടിൽ ലഹരിയുടെ വ്യാപനം രൂക്ഷമാവുകയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ 2 കൊലപാതകങ്ങളും പോലീസിനെ കണ്ടുഭയന്ന് MDMA പാക്കറ്റ് അടക്കം വിഴുങ്ങി യുവാവ് മരിച്ചതടക്കം 3 മരണങ്ങളാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്. ജനകീയ കൂട്ടായ്മകളുടെയും നിയമ സംവിധാനങ്ങളുടെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും മേഖലയിലെ യുവാക്കൾ ലഹരിയുടെ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. എന്താണ് താമരശ്ശേരിയിൽ സംഭവിക്കുന്നത്? ന്യൂസ് മലയാളം പരിശോധിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പെടാപ്പാട് പെടുകയാണ് താമരശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസ്. ഇവിടെ ആകെയുള്ളത് ഒരേയൊരു ജീപ്പ്, അതും കട്ടപ്പുറത്ത്. പതിനഞ്ച് വർഷ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് ജീപ്പ് കട്ടപ്പുറത്തായത്. മറ്റൊരു വാഹനത്തിനായി അപേക്ഷ നൽകിയെങ്കിലും അനുകൂല നടപടി ഇനിയും ഉണ്ടായിട്ടില്ല. ബൈക്ക് അടക്കമുള്ള സ്വന്തം വാഹനങ്ങളിലാണ് ഉദ്യോഗസ്ഥർ പരാതി പരിഹാരത്തിനായി യാത്ര ചെയ്യുന്നത്. സ്വന്തം വാഹനം ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗം ഉദ്യോഗസ്ഥർക്കും യാത്രാ അലവൻസ് കിട്ടിയിട്ട് 2 വർഷത്തിൽ അധികമാകുന്നു. അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നതിനു പുറമെ ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നതും വലിയ പ്രതിസന്ധി. അടിയന്തര ഘട്ടങ്ങളിൽ കൊടുവള്ളി സർക്കിൾ ഓഫീസിലെ വാഹനമാണ് ആശ്രയം. ഉള്ള ഉദ്യോഗസ്ഥന്മാരെ കണ്ടേ അവരെ ഉള്ളതിനേക്കാളും കൂടുതൽ പണി അവർക്ക് എടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ അവരുടെ അടുത്ത് ഉള്ളത് 15 വർഷം കഴിഞ്ഞ കാലപ്പഴക്കം ചെന്ന ഒരു വാഹനമാണ് അവരുടെ കൈവശമുള്ളത്. ഇങ്ങനത്തെ ഈ മലയോര മേഖലയിൽ പല സമയത്തും വാറ്റ് കേന്ദ്രങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നൊരവസ്ഥയിൽ അവിടേക്കെല്ലാം പോയി പരിശോധന നടത്തി സമയബന്ധിതമായി നടപടി സ്വീകരിക്കുന്നതിന് ഇവരെ സംബന്ധിച്ചുള്ള വളരെയേറെ ബുദ്ധിമുട്ടായ ഒരവസ്ഥയാണ് ഇപ്പം സംജാതമായിക്കൊണ്ട്. മീൻ മാർക്കറ്റിന്റെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടത്തിൽ തന്നെയാണ് ഇപ്പോഴും എക്സൈസ് റേഞ്ച് ഓഫീസ് പ്രവർത്തിക്കുന്നത്. സ്ഥല സൗകര്യം ഇല്ല എന്നതിന് പുറമെ വേനൽ കനത്താൽ ഓഫീസിനുള്ളിൽ ജോലി ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ചൂടും വർദ്ധിക്കും. താമരശ്ശേരി റേഞ്ചിന് കീഴിൽ ഒരു മുനിസിപ്പാലിറ്റിയും 11 പഞ്ചായത്തുകളും 5 പോലീസ് സ്റ്റേഷനുകളും 66 സ്കൂളുകളും 9 കോളേജുകളും 161 ഉന്നതികളും 30 കള്ള് ഷാപ്പുകളും ഉൾപ്പെടുന്നു. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ലഹരിയെ പ്രതിരോധിക്കാൻ സാധ്യമായ ഇടപെടലുകളെല്ലാം എക്സൈസ് സംഘം നടത്തുന്നുണ്ട്. 2025 ഇതുവരെ 15 NDPS കേസുകളാണ് താമരശ്ശേരിയിൽ രജിസ്റ്റർ ചെയ്തത്. അതിൽ 3 വലിയ അളവിൽ രാസലഹരി പിടിച്ചെടുത്ത കേസുകളാണ്. താമരശ്ശേരിയിൽ മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ 9 റേഞ്ച് ഓഫീസുകളിൽ 5 സ്വന്തമായ വാഹനം ഇല്ലാത്ത അവസ്ഥയാണ്. നാദാപുരം, ചേളന്നൂർ, കുന്നമംഗലം, കോഴിക്കോട് ടൗൺ, താമരശ്ശേരി ഉൾപ്പെടെയുള്ള റേഞ്ച് ഓഫീസുകളിലാണ് സ്വന്തമായി വാഹനമില്ലാത്തത്. ലഹരിവേട്ടയിൽ പലപ്പോഴും ഉദ്യോഗസ്ഥർ ആക്രമണങ്ങൾക്കും ഇരയാകാറുണ്ട്. ജീവൻ പണയം വെച്ച് നടത്തുന്ന ഇത്തരം ഇടപെടലുകൾക്ക് കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയാൽ ലഹരിയെ പൂർണ്ണതോതിൽ ഉന്മൂലനം ചെയ്യാമെന്ന വിശ്വാസവും ഉദ്യോഗസ്ഥർക്കുണ്ട്. വകുപ്പ് തലത്തിൽ കൃത്യമായ ഇടപെടലുകളാണ് ആവശ്യം. ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്. ഈ വിപത്തിനെ എത്രയും വേഗം നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റാൻ കഴിയട്ടെ അല്ലേ?